സ്വാഭാവികമായും ഇതും ചർച്ച ചെയ്യപ്പെടും. 23,527 വോട്ടുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. പിണറായി വിജയൻ നേടിയിരിക്കുന്നത് 20,715 വോട്ടുകൾ. 2,812 വോട്ട് കുറവ്. അതായത് ഏതാണ്ട് 50,000-ഓളം വോട്ടുകളാണ് ആ മണ്ഡലത്തിൽ ഇതുവരെ എണ്ണിയിട്ടുള്ളത്. അവിടെയാണ് അബ്ദുൾ റഷീദ് മുന്നിട്ട് നിൽക്കുന്നത്. അത് 2,000-ഓളം വോട്ടുകൾക്ക് എന്നതാണ് തീർച്ചയായും. ഒരു ചിറയൻകീഴിലെ അപ്ഡേറ്റ് കൂടി. ചിറയൻകീഴിൽ 1976 വോട്ടുകൾക്ക് LDF മുന്നിട്ട് നിൽക്കുന്നു എന്ന വാർത്ത വരികയാണ്. ചിറയൻകീഴിൽ രമ്യ ഹരിദാസ് ഈ കോൺഗ്രസിന്റെ വലിയ വേവിലും തിരിച്ചടി നേരിടാൻ പോകുന്നു. രമ്യ ഹരിദാസിന് പിന്നെയും ദൗർഭാഗ്യം. നെടുമങ്ങാട് GRNിൽ കേവലം 1,351 വോട്ടുകൾക്കാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല 10,000-ലേക്ക് എത്താൻ പോകുന്നു. 9,000-ലധികം വോട്ടിന്റെ മേൽക്കൈയാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്. കോൺഗ്രസ് ജോസഫ് വിഭാഗം 7ഇടത്ത് മുന്നിൽ. 8ഇടത്തല്ലേ അവർ മത്സരിച്ചത്. 8ഇടത്ത് മത്സരിച്ചതിൽ 7ഇടത്ത് മുന്നിൽ കേരള കോൺഗ്രസ് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ഒരു പക്ഷേ ജോസഫ് പറയും. 8ഇടത്ത് മത്സരിച്ചതിൽ 7ഇടത്തും ജോസഫ് വിഭാഗം മുന്നിട്ട് നിൽക്കുന്നു. അതേസമയം പാലായിൽ ഉൾപ്പെടെ ജോസ് കെ മാണി ഉൾപ്പെടെ പിന്നിൽ നിൽക്കുന്ന സാഹചര്യമാണ് മറ്റിടത്ത് കാണുന്നത്. നമുക്ക് 2 മണ്ഡലങ്ങൾ പരാമർശിക്കാം. ഈ പാല അടക്കമുള്ളത്. പാലായിലെ ഫാക്ടർ ഇനി നിർണായകമാവുക. നമ്മൾ ശ്രീജിത്തുമായി സംസാരിക്കുമ്പോൾ ശ്രീജിത്ത് പങ്കുവെക്കുന്ന ഒരു വികാരം, ആദ്യം എണ്ണിയത് ഒരു UDF മേഖലകളാണ്. ഇനി എണ്ണുന്നത് ഷോൺ ജോർജിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലേക്കാണ്. ഇപ്പോൾ ഈ റൗണ്ടുകളിൽ കൗണ്ടിങ് നടന്നു പോകുന്നത്. സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന ലീഡ്, കാപ്പന്റെ ലീഡിൽ കുറവുണ്ടാകുമോ അതെങ്ങനെയെങ്കിൽ ഇനി അവസാന റൗണ്ടിലേക്ക് വരുമ്പോൾ LDFന്റെ 3 പഞ്ചായത്തുകളാണ്. അപ്പോൾ അത് ഫലത്തെ സ്വാധീനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ മാണി സി കാപ്പൻ ഇപ്പോഴും കൃത്യമായ ഒരു ലീഡിലേക്ക് പോകുന്നില്ല എന്നതാണല്ലോ എടുത്തു പറയേണ്ടത്. അത് രാമപുരം പഞ്ചായത്തിൽ 3000-ൽ പരം വോട്ടിന്റെ ലീഡാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ 700-ൽ പരം വോട്ടുകളുടെ ലീഡാണ് രാമപുരം പഞ്ചായത്തിൽ കിട്ടിയത്. അത് സ്വാഭാവികമായി അവർക്ക് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സംഭവം ട്രെൻഡ് പൊതുവിൽ ഒരു UDF ട്രെൻഡുള്ള സാഹചര്യത്തിൽ LDF പഞ്ചായത്തുകൾ പോലും ഒരു പക്ഷേ തിരിച്ചടി ഉണ്ടായേക്കാം എന്ന സാഹചര്യമുണ്ട്. ഏറ്റുമാനൂർ കൂടി പറഞ്ഞു പോകാം. BN വാസവന്റെ വെല്ലുവിളി അത് പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ്. കാരണം ഇനി എണ്ണാനുള്ളത് ഇടതുപക്ഷ കേന്ദ്രങ്ങളാണ്, തർക്കമില്ല. പക്ഷേ അവിടെ ഇപ്പോൾ നേടിയ 9,000-ൽ പരം വോട്ടുകളുടെ